ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ഫുക്കറ്റിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ ലാൻഡ് ആവും ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് നമ്മൾ കയറണത്. അതായത് ചെറിയ വാൻ പോലത്തെ വെഹിക്കിളുണ്ട് അവിടെ, ഒരു ട്രാവലറിൻ്റെ ഒക്കെ പോലത്തെ. അപ്പോൾ അതിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോകണത്. താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്തോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പത്തോങ്ങിലേക്കാണ് പോണത്. അപ്പോൾ അവിടെയാണ് ഹോട്ടലും കാര്യങ്ങളും ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു മാളിൽ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു മാളിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരച്ചിലാണ്. നമുക്ക് വലിയ കാര്യം അറിയില്ല ഇവിടെ എന്താ കഴിക്കേണ്ടത്, എന്തൊരു ഐഡിയ കിട്ടണില്ല. അതുകൊണ്ട് 7-Eleven എന്ന് പറഞ്ഞിട്ട് ഷോപ്പ്, ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ചീപ്പ് റേറ്റിന് പല കേക്കുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും, ബർഗർ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ അത് ഹീറ്റാക്കി കഴിക്കാം. അത് അങ്ങനെ പല രീതിയിൽ നമുക്കത് കഴിക്കുന്ന ടൈപ്പ് ഫുഡ് കിട്ടും. അത് നോക്കി മേടിക്കുക. ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ച് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് കഴിച്ചത്. അത് കഴിഞ്ഞാൽ അതൊരു മുകളിൽ നമ്മൾ വരണം കേട്ടോ. ആ മുകളിലാണ് ഈ പറഞ്ഞ 7-Eleven കാണിക്കണത്. പുറത്തല്ലാണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുകളിൽ ചുമ്മാ കയറി ആ മാളിലൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പകൽ സമയത്ത് പത്തോങ്ങിൻ്റെ ആ ഒരു സ്ട്രീറ്റ് ആ ഒരു ഭാഗത്തുകൂടെയാണ് നടക്കുകയാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണിയൊക്കെ ആയി കാണും അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ളതായി, ഹോട്ടൽ കണ്ടുപിടിക്കുന്ന തിരക്കായി. പത്തോങ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലും വരണത്. പിന്നെ നമുക്ക് അവിടെ ആദ്യമായിട്ട് ചെല്ലണ കാരണം നല്ല ഹോട്ടൽ ഏതാതൊന്നും അറിയില്ല. പിന്നെ ഒരു ഹോട്ടലിലേക്ക് കയറി നമ്മളൊരു ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. 190 ഭാഗത്താണ് പറഞ്ഞത്, എക്സ്പെൻസീവാണ്. അപ്പം നോക്കി കയറുക ഹോട്ടലിൽ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം അവിടുത്തെ ബെൻഗ്ലാസ് സ്ട്രീറ്റ് ഉണ്ട്, അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ ആ സ്ട്രീറ്റിലേക്ക് നമുക്ക് നടക്കാം. കാരണം ഒരു ഈവനിങ് അപ്പം വലിയ തിരക്കുണ്ടാവില്ല. അവിടെ തന്നെ ബീച്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ പത്തോങ് ബീച്ച് വരണ ആ സ്ട്രീറ്റ് വഴി കടന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മളാണ് ഈ പത്തോങ് സ്ട്രീറ്റ് ബീച്ച് വരണത്. അപ്പോൾ ബീച്ചിൽ കുറച്ച് നേരം സമയം കളഞ്ഞു. കുറച്ച് നേരമല്ല, നല്ല ടൈം കഴിഞ്ഞു. അപ്പം അവിടുത്തെ കാഴ്ചകളാണ്. അതായത് അവിടെ ഈ ബീച്ചിലുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ച് അവർ കൊണ്ടുപോകണം. വണ്ടികളും ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പത്തോങ് സ്ട്രീറ്റിൽ കയറി. അവിടെ അത്യാവശ്യം എന്താ പറയുക, ആൾക്കാരായി വരുന്നുണ്ടായുള്ളൂ കേട്ടോ. ഒരു 8 മണി ആ ഒരു ടൈമാണ്. ശരിക്കും ഇവിടെയൊക്കെ ഓപ്പണായി വരണം എന്നുണ്ടെങ്കിൽ 1 മണിയൊക്കെ ആവും ഫുൾ ആക്റ്റീവായിട്ട് ആവണമെങ്കിൽ അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് പ്രോഗ്രാമും കുറേ ആൾക്കാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ സ്ട്രീറ്റിൽ ചെയ്യേണ്ടായിരുന്നു ആൾക്കാർ. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിയുമ്പോൾ ബക്കറ്റിൽ പിരിവായിട്ട് ഇറങ്ങും. കൊടുക്കുന്നവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് ഇരുന്ന് ആസ്വദിക്കാം. അവർ വന്ന് പിടിച്ച് പറിച്ച് മേടിക്കൊന്നുമില്ല കേട്ടോ. അവർ ജസ്റ്റ് ഇത് കഴിയുമ്പം ഒന്ന് കാണിക്കുന്നു. അപ്പോൾ ശരി, നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.